മനോഹരമായ പ്രദേശമാണ് കേട്ടോ മൂന്നാറ്. കണ്ടോ, തേയില തോട്ടങ്ങളും കാര്യങ്ങളും. നമ്മളെ വണ്ടി അവിടെ നിൽക്കണേ, നമ്മളെ വണ്ടി, അതിൻ്റെ ബാക്കിൽ ട്രാവലർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് ബേസ് ആണെങ്കിലും പ്രകൃതി ബേസ് നോക്കുകയാണെങ്കിലും വളരെ മനോഹരം എന്ന് തന്നെ പറയാം കേട്ടോ. മെയിനായിട്ട് ഇവിടെ തേയില തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ടൈം 4 മണി ആവാനായി, 3 മണി കഴിഞ്ഞു. ഇവിടെ ഈ ടൈമിലും നല്ല ക്ലൈമറ്റ് ആണെന്നുള്ളതാണ് കേട്ടോ. എവിടെ നോക്കിയാലും കുന്നുകളും മലകളും ആണ് കേട്ടോ. എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. മൂന്നാർ ഇത്രത്തോളം ഭംഗിയുള്ള ഒരു പ്രദേശമാകുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. നമ്മളിത് വഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം മനോഹരമാണെന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തിക്കോളി കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇവിടെ അമ്പലമുള്ളത്. കണ്ടോ, അവിടെ ഒരു ക്ഷേത്രം, അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടെൻറ്റുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, വീടുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും പ്രകൃതി രമണീയമായ അതിഭംഗിയായിട്ടുള്ളൊരു പ്രദേശം മൂന്നാർ കേട്ടോ. അപ്പോൾ ഇത്രയും പ്രകൃതി രമണീയമായ നാട്ടിലേക്ക് നമ്മളെ ഫ്ലാഗ് ഓഫ് വെച്ച റെഡ്സ് കാർസ് ക്ലബിനാട്ടോ ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്ന് നന്ദി തരാണ്. കാരണം ഇത്രയും മനോഹരമായ പ്രദേശമാണ് മൂന്നാർ എന്നുള്ളത് സാങ്കല്പികം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർ വരുന്നത്. അപ്പോളേ മൂന്നാറത്തെ റോഡാട്ടോ ഈ കാണുന്നത്. അടിപൊളി റോഡ്, നല്ല വൈബ്, വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡ് കേട്ടോ. പിന്നെ ഈ കാണുന്ന മരങ്ങൾ എന്താണെന്നുള്ള അറിയില്ല, കുറേ മരങ്ങളുണ്ട്. വളരെ രസകരമായിട്ടുള്ള മരങ്ങൾ കേട്ടോ. ചെറിയ മറ്റേ നിലത്തുണ്ടാവുന്ന പുല്ലില്ലേ, പുല്ല് അതിൻ്റെ മേലെ ഇങ്ങനെ മുളച്ചിക്കണ മാതിരി, അത്രേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നൊരു പ്രദേശം ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ. ഇങ്ങനൊരു ഏരിയ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേലെ ഒരു വീടുണ്ട് എന്നുള്ള കേട്ടോ. അവിടെ വീടുണ്ട്, അവിടെ വലിയൊരു പാറ കാണുന്നുണ്ട്. എന്ത് വൈബായിരിക്കുമല്ലേ അവിടെയൊക്കെ താമസിക്കുമ്പോൾ. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ അടിപൊളി ഒരു ഏലം തോട്ടം കണ്ടിട്ടോ. ഏലത്തിൻ്റെ നല്ല മനോഹരമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട് കടക്കാൻ കഴിയില്ല, കമ്പിവേലി കാര്യങ്ങൾ. ആനേനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എർത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എർത്ത് കമ്പിയാണ്. ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മളെ പഴയ കാലത്ത് നമ്മളെ കാട്ടിൽ നിന്നൊക്കെ കേട്ടിരുന്ന, വീടിൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിരുന്ന കിളികളെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അതിമനോഹരമായൊരു കാഴ്ച. എന്ത് സെറ്റപ്പാണ് നോക്കിക്കാണേ, കണ്ടോ ഏർമാടം. എങ്ങനെയുണ്ടെന്ന് പോയോക്കിയാലോ. ചുറ്റുപുറം വലിയ വലിയ മരങ്ങളാണ് കേട്ടോ, ഫുള്ള് മരങ്ങളാണ്. നമ്മൾ ഈ വഴിയിലൂടെ വന്നത് കേട്ടോ. ഈ വഴിയിലൂടെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് നമ്മൾ ഏർമാടുള്ളത്. അതായത് കമ്പിവേൽ ഇങ്ങനെയും പോകുന്നുണ്ട്, അങ്ങനെയും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കേരള ടാസ്ക്കാണ്. പക്ഷെ നമ്മൾ പറ്റുന്നിടത്തോളം പോയിട്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ അവസ്ഥ. അതായത് താഴത്തുനിന്ന് ഇങ്ങനെ കോണി വെച്ച് വലിയ പടുകൂറ്റം മരമാണ് താഴെ ഭാഗം. മേൽഭാഗം ഇങ്ങനെ കൗളിയായി പോയിട്ടുണ്ട്. ഇത് ഭംഗിയാണ് നോക്കുകയാണെ. അതായത് AC റൂം, നമ്മളെ നാട്ടിൽ ഇരിക്കുമ്പോൾ AC ഒന്നുമല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ടെൻറ്റുകൾ, ഇങ്ങനെയുള്ള ഏർമാടത്തിലൊക്കെ താമസിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കണം കേട്ടോ, ലൈക്കും ചെയ്യണം. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ മൂന്നാറിനെ വേറെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല ഈ കാട്ടിക്കണ്ട് വന്നു കഴിഞ്ഞാൽ കലപില എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ കേട്ടിരുന്ന ഒരു ശബ്ദം കേട്ടോ. ഭയങ്കര രസം. എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയണില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി ആ ഒരു ഫീലിങ്സ് കിട്ടിയപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഈ മൂലത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ മനോഹരമായിട്ട് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു പാറ കണ്ടു കേട്ടോ. എങ്ങനെയാണ് ഇത്ര കലാവിരുദ്ധോട് കൂടിയിട്ട് ചെത്തി വൃത്തിയാക്കിയത് എന്നുള്ളതാണ് കൗതുകം.
ഭയങ്കര രസം. അത്രയും ഹൈറ്റിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ തേനി വഴിക്കാണ് മധുരയിൽ പോണത് കേട്ടോ. ഇവിടെയൊക്കെ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഒരു പ്രത്യേകത. ഇവിടൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ മരങ്ങൾ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് കേട്ടോ. പ്രകൃതി രമണീയ സുന്ദരമായ പ്രദേശത്ത് മരങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ കുറച്ച് ഇലകൾ മാത്രം, ഇലകളെന്ന് പറയല്ല, പുല്ല് ഇല്ലേ നമ്മളെ നിലത്ത് വരുന്ന ആ പുല്ലുകൾ മാത്രം മേലെ ഉള്ളതുപോലെ തോന്നുന്നത്. ഒരു ഉണങ്ങിയ മരത്തിൽ പുല്ല് പിടിച്ചാൽ എങ്ങനെ അതുപോലെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ ഇത് എന്ത് മരമാണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക. അടിപൊളി തേയിലത്തോട്ടങ്ങളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളുള്ളത് പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. മൂന്നാറിലെ പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ടൗണ് കാണുന്നുണ്ട്. ടൗണ് ചെറുതാണെങ്കിൽ കൂടി കൃഷിയിടങ്ങളാണ് കേട്ടോ ഒരുപാടുള്ളത്. കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് കേട്ടോ. അവിടെയൊക്കെ എല്ലാ സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും തേയില കൃഷി കൃഷികൾ എങ്ങനെയുള്ള സംഭവങ്ങൾ കാണാന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വില്ലേജിലൊക്കെ ഒന്ന് കയറി നോക്കണം, ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ ഒക്കെ എന്താണെന്നുള്ളതൊക്കെ കേട്ടോ. ഇത് ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ അടിപൊളിയാവും. അപ്പോൾ നമുക്ക് വില്ലേജ് ഒന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു റോഡിൽ വില്ലേജിലേക്ക് പോണ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വില്ലേജ് കാണാൻ പോകട്ടോ. എനിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പമ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പമ്പുകളിൽ കൈകാര്യം ചെയ്യുന്ന മൊത്തം സ്ത്രീകളാണെന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത. നമ്മൾ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിക്കാണി. ഒരു അടിപൊളി ചെറിയ കുഞ്ഞു വീട് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നോക്കുകയാണ്. അതിൻ്റെ ഓരോ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഡിസൈനിങ്ങും ഒക്കെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. പിന്നെ ഈ പ്രകൃതിക്കുള്ളിൽ ഇങ്ങനൊരു റെഡ് കളർ വന്നപ്പോൾ ഭയങ്കര കോമ്പിനേഷനായി എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കേ. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല അടിപൊളി വെയിറ്റിംഗ് ഷെഡുകൾ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇരിപ്പിടങ്ങളില്ലെങ്കിൽ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എരച്ചിൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നാഷണൽ ഹൈവേയുടെ വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ. രണ്ട് സൈഡിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. തേനി റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറിൽ നിന്ന്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇത്രയും കുത്തനുള്ള ഈ ഒരു സ്റ്റെപ്പ് കയറാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും ആ വീട്ടുകാർ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ചിന്തിച്ചു പോയത്. എത്ര സ്റ്റെപ്പുകളിൽ എണ്ണി തീർക്കുന്നവർക്ക് മുട്ടായി സമ്മാനം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടോ. അതായത് പച്ച ബിൽഡിങ്, ഒരു വീടാണെന്നാണ് തോന്നുന്നത്. അതിന് നേരെ ബാക്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു മല കേട്ടോ. എന്ത് ഭംഗിയുണ്ട് നോക്കേ. അങ്ങനെ നമ്മൾ തേനി റോട്ടിൽ കണ്ട ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള കാടിൻ്റെ പ്രകൃതിയെ മേലെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. നേരത്തെ കാണിച്ച പോലെ പാറകൾ അതിവിദഗ്ധമായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ പാറകൾക്ക് മേലെ ഒരു വീടത കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമുക്ക് തമിഴ്നാടിൻ്റെ ടച്ചിലേക്ക് കടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണുന്നതൊക്കെ ചെറിയ ചെറിയ വീടുകൾ, മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ, മനസ്സമാധാനത്തോടു കൂടി കഴിയുന്ന വീടുകളായിട്ടോ നമ്മളൊക്കെ കാഴ്ചപ്പാടിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ അടിപൊളി വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇരിപ്പിടം കാണുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇരിപ്പിടമൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കുകയാണെ. നമ്മളവിടുത്തെ പോലെ റൗണ്ട് പൈപ്പ് ഒന്നല്ല കേട്ടോ. ഈ സ്ഥലം വരുന്നത് തോണ്ടിമല. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ചിക്കൻ കട നമ്മൾ കാണാനുണ്ടായിട്ടാ. പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത്, പണി തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് തൊട്ട് മേലായിട്ട് ചെറിയ ചെറിയ വീടുകൾ കാണാനുണ്ടായിട്ടാ. അതായത് തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശം പങ്കിടുന്ന മൂന്നാർ റൂട്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. ആ കാണുന്നതൊക്കെ ഓരോ വീടുകളാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആണ് ഇവിടുത്തെ വീടുകളുള്ളത്. ചെറിയ ചെറിയ വീടുകളാണ്. തമിഴ്നാട്ട്
അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മിനുക്ക് പണികൾ കൊണ്ട് നിറഞ്ഞ ചെറിയ ചെറിയ ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഈ റൂട്ടിൽ ഒരുപാടുണ്ട് നല്ലതാണ് കേട്ടോ. ഇവിടെ കണ്ട ഒരു വലിയ വീടാണ് കേട്ടോ. പക്ഷേ ഇത്രയും കുത്തനെയുള്ള ഒരു റോഡാണ് അതിലേക്ക് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. അത്യാവശ്യം കയറ്റം നിറഞ്ഞ റോഡാണ് കേട്ടോ. അതായത് അത്രയും ഹൈറ്റിലാണ്, മലയുടെ ഒരു ചെരിഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ വീട് കയറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. റോഡുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള റോഡാണ് കേട്ടോ ഈ ഏരിയയിലുള്ളത്. ടബ്രൈസർ കാര്യങ്ങൾ, പിന്നെ വെയിറ്റിംഗ് ഷെഡുകൾ എല്ലാം നിറഞ്ഞ് എല്ലാ സംവിധാനങ്ങളും ഉള്ള റോഡുകൾ കേട്ടോ. തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശം ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകളൊക്കെയാണ് നമ്മൾ കൺമുന്നിൽ പെടുന്നത് കേട്ടോ. അടിപൊളി. കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ ഇതുപോലെ മരം കയറ്റുന്ന ഒരു ടീമിനെ കണ്ടു കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മരങ്ങൾ അതിലേക്ക് ലോഡ് ചെയ്യുന്നതെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ. റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഐശ്വര്യപ്പെടുത്തിയ വേറൊരു കാര്യമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഏത് വണ്ടിയാണ് കയറി പോവാന്നുള്ളതാണ് കേട്ടോ. അതായത് ഒരു 90 ഡിഗ്രി ചെരിവുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ റോഡിന്. ഒരു ഊര്, അതായത് ഗ്രാമം പങ്കിടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഗ്രാമത്തിലേക്കുള്ള റോഡാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഈ ഏരിയയിലുള്ള കുറച്ച് പൈസയൊക്കെ ഉള്ള ആളെ വീടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വർക്ക് കാര്യങ്ങൾ വീടൊക്കെ കണ്ടിട്ട് കണ്ടോ. അത്യാവശ്യം മേലൊക്കെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് തന്നെ നല്ല കല്ലിൻ്റെ വരികൾ പടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീട് കേട്ടോ. വാർപ്പിൻ്റെ വീടാണെന്നാണ് തോന്നുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള പോയിന്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. മഞ്ഞുകളും മേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ക്ലിയറായിട്ട് മലകൾ കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ സമയത്തും നല്ല കുളിർമയാണെന്നുള്ളതാണ് കേട്ടോ. ഏകദേശം 4 മണി 3 മണി 4 മണി ആയിട്ടേ ഉള്ളൂ. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ മരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കോല ആയതെന്നുള്ളത് അറിയില്ല. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ നിർത്തിയത്, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് എഴുതിയിട്ട്. ഇതെന്ത് മരമാണെന്നുള്ളത് അറിയില്ല, പക്ഷേ ഈ ഒരു കോലം കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ റോഡുകളെ കാര്യം പറയണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു ചെറിയ വീട് അത് അവിടെ കാണുന്നത്. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ കാണുന്ന വീടാണ് ഇതുപോലത്തെ വീടുകൾ കേട്ടോ. ഒന്നിന് പുറകെ ഒന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മത്സരോട്ടം ഇവിടെ ഉണ്ടോ എന്നുള്ളത് സംശയിച്ചു പോയി. ഇതുപോലത്തെ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നെ ഐശ്വര്യപ്പെടുത്തിക്കൊണ്ട് അടിപൊളിയൊരു വീട് കേട്ടോ. ഹൈറ്റ് ഇല്ല കേട്ടോ ഈ വീടിന്, പക്ഷെ ഭംഗി അത് വേറെ ലെവലാണ് കേട്ടോ. കരിങ്കല്ല് കൊണ്ട് എകരം പടുത്തിട്ട് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഭംഗിയുള്ളൊരു ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇതിന്. റൗണ്ട് സ്ക്വയർ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുപോലെ ഉറപ്പില്ലാത്ത പാറകൾ കണ്ടിട്ടോ. ഉറപ്പില്ല എന്ന് പറയാൻ കാരണം കറുത്തതല്ല, മണ്ണ് മിക്സ് ആയിട്ടുള്ള പാറകളാണ് കേട്ടോ. ബസ്സുകളുടെ ഭംഗി കണ്ടിട്ട് അസൂയപ്പെടുന്നൊരു സംഭവം കേട്ടോ ഇവിടെ. അടുത്തൊരു കുട്ടി ബസ്, അതാ കുട്ടി ബസ്സുകൾ അത്യാവശ്യം അൾട്രേഷൻ ചെയ്ത് വർക്കെടുത്ത ബസ്സുകൾ കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഈ മൂലമട്ട് എന്ന് പറയുന്ന ടൗണിൽ നിന്ന് മൂന്നാർക്ക് 42 കിലോമീറ്റർ, തേക്കടി ആണെങ്കിൽ 78 കിലോമീറ്റർ, എറണാകുളം 147 കിലോമീറ്റർ കേട്ടോ. തമിഴ്നാട് ബസ് വന്നിട്ടും പോയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ടൗണിൽ ഒരു ചെക്ക് പോസ്റ്റും കൂടി വന്നിട്ടോ. ചെക്ക് പോസ്റ്റിലെ ആൾക്കാരൊന്നുമില്ല, പോലീസുകാരുണ്ട്, ക്യാമറ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് കടന്നതും കണ്ട കാഴ്ചയാണ്. സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ബോഡിമട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. മൂന്നാറിൽ നിന്ന് തമിഴ്നാട് തേനി ഭാഗത്തേക്ക് പോണ റോഡാണ്, മധുരയ്ക്കൊക്കെ പോണ റോഡാണ് കേട്ടോ.
ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റിന് കണ്ടപ്പോൾ നിർത്തിയതാണ്, നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടോ. കണ്ടു നോക്കിയാലോ. ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നോക്കുകയാണെ. മലകൾ, അവിടെയൊക്കെ മലകളുണ്ട്, മഞ്ഞും മേഘവും കൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ റോഡുകൾ അതാ താഴത്തു കൂടി പോകുന്നു. എന്ത് രസമുണ്ട് എന്നുള്ളത് നോക്കിട്ടോ. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലേറെ ഭംഗിയാണെന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ പാടങ്ങളെ മാതിരിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ പ്രദേശത്തെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഈ ഒരു മല കണ്ടാണ് നിങ്ങളെ എന്ത് രസമായിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണമെന്നുള്ളത്. അതുപോലെ ഇവിടെ വേറൊരു മല, അതുപോലെ അവിടെ ആ ത്രികോണാകൃതിയിലുള്ള വേറൊരു മല. പൊളി എന്ന് പറഞ്ഞാൽ പൊളി വൈബ് കേട്ടോ. ഇനി അവിടെ നിന്ന് ഇങ്ങനെ നേരെ നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ അതേമാതിരി തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ അതേപോലെ മല ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ വീടുകളാണ്, വലിയ വീടുകളൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തേനി റോട്ടിലേക്ക് കടന്ന പാടുള്ള വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെ ബോഡിമെട്ടിൽ നിന്ന് നമ്മൾ തേനിക്ക് പോകുന്ന റോട്ടിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി മനോഹരമായിട്ടുള്ളൊരു മല, അടിപൊളി കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മലകളാണ്. ഈ പ്രദേശമൊക്കെ മലകൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മലകൾ കേട്ടോ. ചെറിയ ചെറിയ മലകൾ ഇങ്ങനെ കാണാം. അവിടെ കോടയും മേഘവും കൊണ്ട് അവിടുത്തെ മലകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഈ പ്രദേശത്ത് കൂടി യാത്ര ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. എന്തുമാത്രം വിഷ്വൽ നൽകുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണം കേട്ടോ. കണ്ടോ, മേഘം, കാർമേഘം, വൈറ്റ് മേഘം, മലകൾ, ചെറിയ ചെറിയ മലകൾ, വലിയ മല, അടിപൊളി. അങ്ങനെ നമ്മൾ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ചുരത്തിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാലം വരുന്നതിൻ്റെ ഇടയിലായിട്ട് അടിപൊളി ഒരു ക്ഷേത്രം കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കോണി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഭംഗിയായിട്ട് തോന്നി. ഇതൊരു കടയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഹൈലൈറ്റായിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണ്. അവിടെ വലിയൊരു മലയാണ് കേട്ടോ, വലിയൊരു മല, പാറ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാറ കൊണ്ട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. അതായത് വെള്ളം വന്ന് ചാടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ കാലിയായി കിടക്കണേ. ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുളിക്കാനതിനൊക്കെ പറ്റിയ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ 2 പുലിയാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാവാനാണ് ചാൻസ്. ഇങ്ങനെ വളവുകളും തിരിവുകളും തിരിഞ്ഞിട്ടുള്ള ചുരത്തിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ മൂന്നാറിൽ നിന്നും മധുരയ്ക്ക് പോണ റോട്ടാണ് കേട്ടോ. തേനി വഴിയാണ് പോണത്. അപ്പോൾ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും തേടിയിട്ടുള്ള യാത്രയിൽ കൂടെ മറക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളെ ഓരോരുത്തരെയും പ്രതികരണവും ഫോളോ അപ്പിങ്ങുമാണ് നമുക്ക് ഈ യാത്രയിലുള്ള സപ്പോർട്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.